Hello my dear students, welcome to another class of first semester HUU MBA students, Modern Business Organization and Management. Okay, അപ്പോൾ നമ്മൾ പാർട്ട് 1 കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് നമ്മൾ ഓർഗനൈസേഷൻ എന്താണ്, ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ പാർട്ട് 2 ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ, അതായത് ഇവിടെ സോൾ ട്രേഡിംഗ് കൺസേൺ, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അത്തരത്തിലുള്ള ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സോൾ ട്രേഡിംഗ് കൺസേൺ. ഓക്കെ, എന്താണ് സോൾ ട്രേഡിംഗ് കൺസേൺ? ആ ഒരു ഹെഡിങ്ങിൽ നമുക്ക് മനസ്സിലാവും. സോൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ, വൺ എന്നുള്ള മീനിങ് ആണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദി ഓൾഡസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് ഫോം ഓഫ് ബിസിനസ് എന്റർപ്രൈസ്. ബിസിനസ് എന്റർപ്രൈസിന്റെ ഏറ്റവും ഓൾഡസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് ആയിട്ടൊരു എന്താണ് ഫോമാണ് ഈ സോൾ ട്രേഡിംഗ് കൺസേൺ എന്ന് പറയുന്നത്. എ ബിസിനസ് യൂണിറ്റ് വിച്ച് ഈസ് ഓൺ ആൻഡ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ ഇൻഡിവിജ്വൽ ഈസ് നോൺ ആസ് സോൾ ട്രേഡ് കൺസേൺ. STC എന്നുള്ളത് ഞാൻ സോൾ ട്രേഡ് കൺസേൺ ഷോർട്ട് ആക്കിയിട്ട് എഴുതിയതാണ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ബിസിനസ് യൂണിറ്റ്, അതായത് ഓൺ ആൻഡ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ ഇൻഡിവിജ്വൽ, ഒരു സിംഗിൾ ഇൻഡിവിജ്വലിന്റെ സ്വന്തമായിട്ടും ആ സിംഗിൾ ഇൻഡിവിജ്വൽസിന്റെ കൺട്രോളിലുള്ളതുമായിട്ടുള്ള ഈ ബിസിനസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ എന്റർപ്രൈസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സോൾ ട്രേഡിംഗ് കൺസേൺ എന്ന് വിളിക്കുന്നത് അല്ലെ. സോൾ ട്രേഡിംഗ് കൺസേണിൽ എന്താണ്, ഒരു വ്യക്തിയുടെ കൺട്രോളിലായിരിക്കും ആ ബിസിനസ്, ആ ഒരു വ്യക്തിയുടെ ഓണർഷിപ്പിലായിരിക്കും ആ ഒരു ബിസിനസ് നടക്കുക അല്ലെ. സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കും. ആ ഒരു വ്യക്തിയാണ് ആ ബിസിനസ് കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു ബിസിനസ്സുമായിട്ടുള്ള എല്ലാ ഡിസിഷൻസും ആർക്ക് എടുക്കാം, ആ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽസിനെ എടുക്കാവുന്നതാണ്. ആ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽസിനെ, ആ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്ന ആ സിംഗിൾ ഇൻഡിവിജ്വലിനെ വിളിക്കുന്ന പേരെന്താണ്, സോൾ ട്രേഡർ എന്നാണ് ആ ഒരു ഇൻഡിവിജ്വലിനെ വിളിക്കുന്നത് അല്ലെ. എന്താ പറഞ്ഞത്, ദ പേഴ്സൺ ഹൂ മാനേജ് ഇറ്റ് ഈസ് കോൾഡ് സോൾ ട്രേഡർ. സോൾ ട്രേഡർ എന്നാ വിളിക്കുക. അതുകൂടാതെ വേറെ പേരുകളിൽ ആ ഒരു ഇൻഡിവിജ്വൽ അറിയപ്പെടുന്നുണ്ട്. എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതുപോലെ സിംഗിൾ എന്റർപ്രണർഷിപ്പ് ആൻഡ് ഇൻഡിവിജ്വൽ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നുള്ള പേരിലൊക്കെ ആരറിയപ്പെടുന്നുണ്ട്, ആ ഒരു ബിസിനസ് സ്വന്തമായി കൊണ്ട് നടക്കുന്ന ആ ഒരു ഇൻഡിവിജ്വൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താണ്, ഒരു വ്യക്തിയുടെ ഉടമസ്ഥാവകാശത്തിൽ അല്ലെ, ആ ഒരു വ്യക്തിയുടെ ഓണർഷിപ്പിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൺട്രോളിൽ എന്താണ് കൊണ്ടുപോകുന്ന ഒരു ഓൾഡസ്റ്റ് ആൻഡ് സിമ്പിൾസ്റ്റ് ആയിട്ടുള്ള എന്താണ് മെത്തേഡാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞത്. നമുക്കിതിൻ്റെ ഒരു ചെറിയൊരു ഡെഫിനിഷൻ നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ ഞാൻ വായിക്കുകയാണ്. ഓക്കെ, എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഈസ് ദാറ്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ വിച്ച് ഈസ് ഓൺ ആൻഡ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ ഇൻഡിവിജ്വൽ. ഇതെന്താണ്, ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ഇതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. എന്താണ്, ഒരു വ്യക്തിയുടെ ഉടമസ്ഥാവകാശത്തിലും എന്താണ് കൺട്രോളിലുള്ള എന്താണ് ഒരു ബിസിനസ് ഫോമാണ് എന്ത് പറഞ്ഞത്, സോൾ ട്രേഡിംഗ് കൺസേൺ എന്ന് പറഞ്ഞത്. ഹി റിസീവ് ഓൾ ദ പ്രോഫിറ്റ് ആൻഡ് റിസ്ക് all of his property in the success or failure of an enterprise. അവരെന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ റിസ്ക്കും ഏറ്റെടുക്കുന്നുണ്ട് അല്ലെ. അതെന്താണ്, ആ ഒരു പ്രോഫിറ്റും അതുപോലെ റിസ്ക്, അത് പ്രോഫിറ്റ്, അതായത് റിസ്ക്കും എന്താണ് പ്രോഫിറ്റും ഒക്കെ എന്താണ് അയാൾ സ്വന്തമായിട്ടാണ് റിസീവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സക്സസ് ഫെയിലിയർ ഒക്കെ ആരെന്നെയാണ് സ്വന്തമായിട്ട് അഭിമുഖീകരിക്കേണ്ടത്, ആ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സോൾ ട്രേഡർ ആണ് ഇതൊക്കെ അഭിമുഖീകരിക്കുന്നത്. കാരണം അയാൾ ഒറ്റയ്ക്ക് നടത്തുന്നതാണ്. അപ്പോൾ ലാഭം വന്നാലും നഷ്ടം വന്നാലും സക്സസ് ആയാലും ഫെയിലിയർ ആയാലും ഒക്കെ ആ ഒരു വ്യക്തിയാണ് അത് വഹിക്കേണ്ടത്. ഓക്കെ, ഷെയർ ചെയ്യാണ്, ഇത് പാർട്ട്ണർഷിപ്പ് അല്ല. ഓക്കെ, ദെൻ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രേഡിംഗ് കൺസേണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് വൺ മാൻ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. നമുക്കറിയാം, ഒരു വ്യക്തിൻ്റെ കൺട്രോളും ഓണർഷിപ്പിലുമാണ് ആ ഒരു സംരംഭം പോകുന്നത് അല്ലെ, ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പോകുന്നത്. ആ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽസിൻ്റെ കൺട്രോളിലും ഓണർഷിപ്പിലുമാണ്. റിസ്ക് എന്തുണ്ടെങ്കിലും, അത് സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഒക്കെ ആ ഒരു വ്യക്തി ബെയർ ചെയ്യാൻ റെഡി ആയിരിക്കണം. ദെൻ അൺലിമിറ്റഡ് ലൈബിലിറ്റി എന്താണ്, എപ്പോഴും അൺലിമിറ്റഡ് ആയിരിക്കും. പിന്നെ ക്യാപിറ്റൽ ഫോർമേഷൻ, ഇതൊരു സിംഗിൾ ഓണർഷിപ്പിൻ്റെ രീതിയിലായതുകൊണ്ട് തന്നെ ക്യാപിറ്റലിന് വേണ്ടിയിട്ട് വേറെ ആരും കോൺട്രിബ്യൂഷൻ ചെയ്യാനില്ല. ആ ഒരു വ്യക്തി തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആ ക്യാപിറ്റലിന് വേണ്ടി ഫ്രണ്ട്സിനോടോ ബാങ്കുകളോടോ അല്ലെങ്കിൽ മറ്റു റിലേറ്റീവ്സിനോടൊക്കെ എന്ത് ചെയ്യണം, അവർക്ക് കടം വാങ്ങണം.
അപ്പോൾ അതാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആയതുകൊണ്ട് തന്നെ കോൺട്രിബ്യൂഷന് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തി തന്നെ ആ ഒരു ക്യാപിറ്റൽ എന്ത് ചെയ്യണം, ആ റിസോഴ്സ് ഐഡന്റിഫൈ ചെയ്യണം. ദെൻ പ്രോഫിറ്റ് ഷെയറിങ്, ഇവിടെ എന്ത് ചെയ്യേണ്ട, പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. ആ വ്യക്തിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയാലും ആ ഒരു വ്യക്തിക്ക് മാത്രമുള്ളതാണ് ആ പ്രോഫിറ്റ്. അവിടെ പാർട്ണർഷിപ്പ് അല്ല, അതുകൊണ്ട് തന്നെ വേറെ ആർക്കും ഈക്വലായിട്ട് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട, ആ സ്വന്തമായിട്ട് തന്നെ ആ വ്യക്തിക്ക് ഇരിക്കാം. പിന്നെ എന്താണ്, നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ഇവിടെ എന്തില്ല, ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ എൻറ്റിറ്റിന്റെ ആവശ്യം ഇല്ല. പിന്നെ എന്താണ്, ഡിഫ്യൂഷൻ ഓഫ് ഓണർഷിപ്പ്, ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ പറഞ്ഞത് ദ ഓണർഷിപ്പ് എന്ന് പറഞ്ഞ ഡിഫ്യൂസ്ഡ് ആൻഡ് സ്കാറ്റേർഡ് ആണ്. അത് മാത്രമല്ല ഇത് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഹെൽപ്പ് ഇൻ റെഡ്യൂസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ഇൻകം ആൻഡ് വെൽത്തിലേക്കുള്ള കോൺസെൻട്രേഷനെ കുറയ്ക്കുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ദ ഡെവലപ്മെന്റ് ഓഫ് വാല്യൂ, എന്താണ് സ്മാൾ ബിസിനസ് അസെറ്റ് ഈ ഡെവലപ്പിംഗ് വാല്യൂ സച്ച് എസ് സെൽഫ് എന്താണ് റിലയൻസ്, സെൽഫ് കോൺഫിഡൻസ് ആൻഡ് പേഴ്സണാലിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, വാല്യൂസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ആവുന്നുണ്ട്. ദെൻ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് സോൾ പ്രൊപ്പറേറ്റർ ട്രേഡിംഗ് കൺസേൺ, സോറി അതും പറയാം അല്ലേ. അപ്പോൾ സോൾ ട്രേഡിംഗ് കൺസേണിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്, ഫസ്റ്റ് ലിമിറ്റഡ് ക്യാപിറ്റൽ, നമ്മൾ പറഞ്ഞു സിംഗിൾ മാൻ ഓണർഷിപ്പ് ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എന്താണ്, അവർക്ക് എന്താണ് വേണ്ട അധികം ക്യാപിറ്റൽ കിട്ടിക്കോളണമെന്നില്ല, അവർക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരിക്കില്ല അല്ലെ, വേറെ കോൺട്രിബ്യൂഷൻ ഇല്ല, അവർ കടം വാങ്ങിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ദെൻ അൺലിമിറ്റഡ് ലയബിലിറ്റി, എന്താ ലയബിലിറ്റി പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. അപ്പോൾ അത് അഡ്വാൻറ്റേജസിനും ഡിസ്അഡ്വാൻറ്റേജസിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ലിമിറ്റഡ് മാനേജ് എബിലിറ്റി, നമുക്ക് ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള മാനേജേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും. മാനേജ്മെൻറ്റ് സ്കില്ലുകൾ നമുക്കതിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ എന്താണ് പോരായ്മകൾ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. ദെൻ ലിമിറ്റഡ് ലൈഫ്, അതെന്താണ്, ലിമിറ്റഡ് ലൈഫായിരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് അത് നല്ല രീതിയിൽ റൺ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ടി വരും. ദെൻ പിന്നെ എന്താണ് പറയുന്നത്, ലാക്ക് ഓഫ് സ്പെഷ്യലൈസേഷന് അവിടെ കുറവായിരിക്കും. ദെൻ ലിമിറ്റഡ് സ്പാൻ ഓഫ് സൂപ്പർവിഷന്, അവിടെ എന്താണ് സൂപ്പർവിഷനും സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്താണ് ലിമിറ്റഡ് ആണ്. ദെൻ പിന്നെന്താണ് അൺസർട്ടനിറ്റി ആണ്, അൺസർട്ടനിറ്റി ങ്ങളാണ് സോൾ ട്രേഡ് കൺസേണിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ നമ്മൾ ഒരുപാട് എന്താണ് പോരായ്മകൾ കണ്ടു അല്ലേ. ഏതൊക്കെയാണ്, നമ്മൾ ഫിനാൻസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ലിമിറ്റേഷൻസ്, മാനേജ്മെൻറ്റ് കാര്യത്തിൽ റിസ്ക് ഒക്കെ നമ്മൾ എന്താണ് അത് ലിമിറ്റേഷനായിട്ട് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ 2 or more ഇൻഡിവിജ്വൽസ് കൂടി ചേർന്നിട്ട് ഒരു ലോഫുൾ ആയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, ഈ ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്നതിനെയാണ്, ഈ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരാൾ പറയുമ്പോൾ പാർട്ട്ണർഷിപ്പ് പറയാൻ പറ്റില്ല, 2 or അധികമോ പേരുകൾ കൂടി ചേർന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെൻ്റ്, ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സിമ്പിളായിട്ട് ഇവിടെ പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. നോക്കുക, ദ പാർട്ട്ണർഷിപ്പ് ഈസ് ഡിഫൈൻഡ് ആസ് എൻ അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ കോമ്പിറ്റന്റ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്. എന്താണ് ഒരു കോൺട്രാക്റ്റിലോട്ട് അവിടെ എന്ത് ചെയ്യാണ്, കയറുകയാണ്. പിന്നെ എന്താണ് ഹു എഗ്രി ടു ക്യാരി ഓൺ ലോഫുൾ ബിസിനസ് ഇൻ കോമൺ ടു ഏർണിംഗ് ആൻഡ് ഷെയറിംഗ് പ്രോഫിറ്റ്. ഒരു ലോഫുൾ ബിസിനസ്സാണ് അവിടെ ഉണ്ടാക്കുന്നത് അല്ലേ. അവിടെ പ്രോഫിറ്റ് എന്താണ്, അവിടെ ഏണിങ്സും പ്രോഫിറ്റും ഒക്കെ എന്ത് ചെയ്യാണ്, ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിൽ അല്ലേ. എന്താണ് ഏർണിംഗ് ആൻഡ് ഷെയറിംഗ് പ്രോഫിറ്റ് ഏൺ ചെയ്യുകയും ഷെയർ ചെയ്യുക എന്നുള്ള ആ ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ട് ഒരു ലോഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്റ്റിലോട്ട് വരികയാണ് 2 or അധികമോ വ്യക്തികൾ. അതാണ് ഇവിടെ എന്ത് പറഞ്ഞത്, പാർട്ട്ണർഷിപ്പിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദ പേഴ്സൺ ഹൂ ആർ ഓണർ ഓഫ് എ പാർട്ട്ണർഷിപ്പ് കോൾഡ് പാർട്ട്നേഴ്സ്. അത് കളക്റ്റീവ്ലി പറയുമ്പോൾ നമുക്ക് ഫേം എന്ന് പറയാൻ പറ്റും അല്ലേ. ഫേം, അതായത് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ആരാണോ ആ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ വ്യക്തികളെ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കും. പിന്നെ കളക്റ്റീവായിട്ട് പറയുമ്പോൾ നമുക്ക് അതിനെ ഫേം എന്നും വിളിക്കാവുന്നതാണ്. പിന്നെ എന്താണ് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് 2 or more than 2 persons come together and conduct സം ബിസിനസ് ആക്ടിവിറ്റി ജോയിൻ്റ്ലി ആൻഡ് കളക്റ്റീവ്ലി. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. ദേ ബ്രിങ് ക്യാപിറ്റൽ, മാനേജ് ദ ബിസിനസ് ആക്ടിവിറ്റി ആൻഡ് ഷെയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദി ബിസിനസ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റലുകൾ ബ്രിങ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അതെല്ലാതും ബിസിനസ് ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഈക്വലി ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് പാർട്ട്ണർഷിപ്പ്
is the relationship which exists between the person who have agreed to combine their property, labor and skill in same business and share the profit therefore among them. അത് നമ്മൾ പറഞ്ഞു എന്താണ്, രണ്ടോതിലധികം പേര് ചേർന്നിട്ട് എന്ത് ചെയ്യുക, അവരുടെ സ്കില്ലുകളും അവരുടെ ലേബറും അതുപോലെ തന്നെ പ്രോപ്പർട്ടീസും ഒക്കെ എന്ത് ചെയ്യാണ്, ഒന്നിച്ച് കൂട്ടുക, അതായത് ഒരേപോലെ കമ്പൈൻ ചെയ്യുക. അതുപോലെ തന്നെ ബിസിനസ്സിലുണ്ടാവുന്ന എന്താണ് പ്രോഫിറ്റും ലോസുകളൊക്കെ എന്ത് ചെയ്യാണ്, ഷെയർ ചെയ്യുക. അത്തരത്തിലൊക്കെ വില്ലിംഗ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എന്താണ് എഗ്രിമെന്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റിന് നമ്മൾ എന്ത് വിളിക്കുക, പാർട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ണർഷിപ്പ് എന്താണ്, എഗ്രിമെന്റ് ഓർ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ആണ്. പാർട്ട്നേഴ്സ് തമ്മിൽ എഗ്രിമെന്റ് ഓർ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ആണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്, എ പാർട്ണർഷിപ്പ് ബിസിനസ് ഈസ് സെറ്റ് അപ്പ് ആസ് എ റിസൾട്ട് ഓഫ് എഗ്രിമെന്റ് ബിറ്റ്വീൻ പേഴ്സൺസ്. എന്താണ് ആ ഒരു ബിസിനസ്, അതായത് ഒരു എഗ്രിമെൻ്റ് ആണ് റിസൾട്ട്. ഒരു പാർട്ണർഷിപ്പിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പേഴ്സൺസ് തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ്, പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ്. ഹു ആർ വില്ലിംഗ് ടു ക്യാരി ഓൺ എ ബിസിനസ് ജോയിൻ്റ്ലി ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ്. എന്താണ്, ആരൊക്കെയാണോ ആ ഒരു ബിസിനസ് ഒന്നിച്ചു കൊണ്ടുപോകാൻ തയ്യാറാവുന്നത്, പ്രോഫിറ്റ് ഒക്കെ ഷെയർ ചെയ്യാൻ തയ്യാറാവുന്നത്, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ദ എഗ്രിമെന്റ് മേ ബി ഏതർ ഇൻ ഓറൽ ഓർ റിട്ടേൺ ഫോം. എഗ്രിമെന്റ് ചിലപ്പോൾ എഴുതി തയ്യാറാക്കിയതോ വാക്കാലുള്ളതോ ആയിരിക്കാം, എങ്ങനെ വേണമെങ്കിലും ആയിരിക്കാം. Although in general practice the agreement is always put in a written form. എന്താണ് ജനറലി എപ്പോഴും എഗ്രിമെന്റ് പറയുമ്പോൾ നമ്മൾ എഴുതി തയ്യാറാക്കിയ രീതിയിലായിരിക്കും. നമുക്ക് വാക്ക് എപ്പോഴും വേണമെങ്കിലും മാറ്റാൻ പറ്റും, പക്ഷെ എഴുതി തയ്യാറാക്കിയതാണെങ്കിൽ അത് കാലാകാലം അങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്, പാർട്ണർഷിപ്പ് ഈസ് ആൾവേസ് എ റിസൾട്ട് ഓഫ് എ റിട്ടേൺ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. എഴുതി തയ്യാറാക്കിയിട്ടുള്ള രണ്ട് പേഴ്സൺസ് തമ്മിലുള്ള എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൾസോ അഡ്വൈസബിൾ ടു ഗെറ്റ് എ പാർട്ണർഷിപ്പ് രജിസ്ട്രേഷൻ വിത്ത് രജിസ്റ്റേർഡ് ഓഫ് ഫോം ഓഫ് ദ കൺസേൺ സ്റ്റേറ്റ്. എന്ത് ചെയ്യണം, ആ കൺസേൺ സ്റ്റേറ്റിൽ ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഒരിക്കലും പാർട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ആ ഒരു കൺസേൺ സ്റ്റേറ്റിൽ അത് രജിസ്റ്റർ ചെയ്യണം. ആ പാർട്ണർഷിപ്പ് ചെയ്ത ഫേം അത് കൺസേൺ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം അത് എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ആ കൺസേൺ സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതാണ് എഗ്രിമെന്റ് ഓർ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ദെൻ എഗ്രിമെന്റ് ടു ക്യാരി ഓൺ ബിസിനസ്. The agreement between the partners of the firm must be carry on the business in the present. An agreement to carry on business at a future date does not result in the partnership in the present. അതായത് ആ കറക്റ്റ് ഡേറ്റിലായിരിക്കണം. ഫ്യൂച്ചർ ഡേറ്റിൽ നമുക്ക് ഒരിക്കലും അതെന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പാർട്ണർഷിപ്പായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇന്നാണ് ഇപ്പോൾ നമ്മളൊരു ഉണ്ടാക്കുന്നത്, ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ ഇന്നായിരിക്കണം നമ്മുടെ അത് ചെയ്യേണ്ടത്. അതായത് ഫ്യൂച്ചർ ഡേറ്റ് ഇട്ടിട്ട് നമുക്ക് അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാരി ചെയ്യാൻ പറ്റില്ല. ദ തേർഡ് പോയിന്റ് ആണ് പ്രോഫിറ്റ് ഷെയറിങ്. അല്ലെ, പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഈക്വലി ഷെയർ ചെയ്യണം. പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഒരു കറക്റ്റ് റേഷ്യോയിലായിരിക്കണം അവരെന്ത് ചെയ്യേണ്ടത്, ഷെയർ ചെയ്യേണ്ടത്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ആ ഒരു റൂൾസും റെഗുലേഷൻസും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ കറക്റ്റായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. അതിനാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, എഴുതി തയ്യാറാക്കിയിട്ടുള്ള കോൺട്രാക്റ്റ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും എന്താണ് ഈക്വൽ റേഷ്യോയിലായിരിക്കും എന്താണ് പാർട്ണേഴ്സ് തമ്മിൽ ഷെയർ ചെയ്യുക. നോ ലീഗൽ സ്റ്റാറ്റസ്. എന്താണ്, എ പാർട്ണർഷിപ്പ് ഫേം ഹാസ് നോ സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ് ഓഫ് ഇറ്റ്സ് ഓൺ അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് പാർട്ണേഴ്സ്. ഇതിനെന്തില്ല, നോ ലീഗൽ സ്റ്റാറ്റസ് ഇല്ല, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. മെമ്പർഷിപ്പിന്റെ കാര്യം നോക്കാം. ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് 2 ആണ്. മിനിമം മെമ്പർ എന്താണ്, 2 ആണ്. മാക്സിമം നമ്പർ ബാങ്കിങ് ബിസിനസിന്റെ കേസിലാണെങ്കിൽ എത്ര പേരാണ്, 10 പേരും. അതുപോലെ തന്നെ ഓർഡിനറി ട്രേഡിംഗ് ബിസിനസ് ആണെങ്കിൽ 20 പേരുമാണ് വരുന്നത്. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. മിനിമം മെമ്പേഴ്സിന്റെ കാട്ടിൽ മിനിമം മെമ്പേഴ്സ് 2 പേരാണ്. മാക്സിമം മെമ്പേഴ്സ് ബാങ്കിങ് ബിസിനസിന്റെ കാട്ടിലാണെങ്കിൽ 10 പേരും. ഓർഡിനറി ബിസിനസ് ആണെങ്കിൽ 20 പേരുമാണ് മെമ്പേഴ്സിന്റെ കാര്യം വരുന്നത്. ദെൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്കിൽഡ് ആയിട്ടില്ല, കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്യും. അത് അവരുടെ ആ ഒരു ഫേം ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെയും എന്താണ്, അൺലിമിറ്റഡ് ലയബിലിറ്റി തന്നെയാണ്. പിന്നെ ജോയിന്റ് ആൻഡ് സെവറൽ ലയബിലിറ്റി, ജോയിന്റ് ആൻഡ് സെവറൽ ലയബിലിറ്റി ആണ് അവർക്ക് ഉണ്ടായിരിക്കുക. മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്, പരസ്പരം എന്താണ് മ്യൂച്വൽ ട്രസ്റ്റും കോൺഫിഡൻസും ഉണ്ടായിരിക്കണം. പിന്നെ എന്താ പറയുന്നത്, നോൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് ഒരു കാരണവശാലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ദെൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ബിസിനസ്
പിന്നെ 12th വണ്ണാണ് പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ്. ഇവിടെ പറഞ്ഞത് എല്ലാ പാർട്ട്നേഴ്സിനും എവരി പാർട്ട്നേഴ്സ് ഹാസ് എ റൈറ്റ് ടു ആക്ട് ആസ് ദ പ്രിൻസിപ്പൽ ഓഫ് ദ ഫേം. ഒരു ഫേമിന് പ്രിൻസിപ്പൽ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും എല്ലാ പാർട്ട്നേഴ്സിനും ഉണ്ട്. വെൻ ഹി ഡീൽ വിത്ത് എ തേർഡ് പാർട്ടി ഹി ആക്ട് ആസ് റെപ്രസെൻറ്റേറ്റീവ് ഓർ ദ ഏജന്റ് ഓഫ് ദ ഫേം. എന്താണ് തേർഡ് പാർട്ടി ആയിട്ട് ഡീൽ ചെയ്യണമെങ്കിൽ ആ വ്യക്തിക്ക് ആരായിട്ട് ഒരു ഏജന്റ് ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഫേമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളായിട്ടോ ആക്ട് ചെയ്യണം. അതാണ് പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ദെൻ ഡിസൊല്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ് ഓഫ് പാർട്ട്ണർഷിപ്പ് പറയുന്നത്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് പാർട്ട്ണർഷിപ്പ് നമുക്ക് നോക്കാം. ഈസി ഫോർമേഷൻ ആണ്. എന്താണ് കമ്പാരിറ്റീവ്ലി നമുക്ക് ഈസി ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും. ദെൻ അവൈലബിലിറ്റി ഓഫ് മോർ ഫിനാൻസ്. നമുക്ക് രണ്ടോ അതിലധികം പേരുണ്ടായത് കൊണ്ട് തന്നെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്താണ് ഒന്നും കൂടി ഈസിയാവും. നമുക്ക് സോഴ്സും കൂടും, നമ്പർ ഓഫ് സോഴ്സും കൂടുന്നതായിരിക്കും. ദെൻ ദ ഫ്ലെക്സിബിൾ ഓഫ് ഓപ്പറേഷൻസ് ഒക്കെ എന്താണ് ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിൾ ആണെന്നാണ് പറയുന്നത്. ദെൻ എന്താണ് ബിസിനസ് സീക്രസി. എപ്പോഴും സീക്രസി ആയിരിക്കും അല്ലെ. നമ്മൾ വേറൊരു ആളുമായിട്ട് നമ്മൾ രണ്ടുപേരാണെങ്കിൽ രണ്ടുപേരുടെ ഇടയിലുള്ള സീക്രട്ട് ഒന്നും പുറത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ബെറ്റർ മാനേജ്മെന്റ് എബിലിറ്റി. സോൾ ട്രേഡിംഗ് കൺസേൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാനേജ്മെന്റ് എബിലിറ്റി എന്താണ് ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഡിവിഷൻ ഓഫ് ലേബർ, ദെൻ പേഴ്സണലൈസ്ഡ് സൂപ്പർവിഷൻ, സ്കോപ്പ് ഓഫ് ബെറ്റർ ആൻഡ് ക്വിക്ക് ഡിസിഷൻ. ഓക്കെ. ദെൻ പോസിബിൾ ഓഫ് എക്സ്പാൻഷൻ പറയുമ്പോൾ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യുക അതിന് ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ചെറിയതാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയില്ലേ രണ്ടുപേര് ഇപ്പോൾ ബ്രദേഴ്സ് തമ്മിൽ തുടങ്ങിയ ചെറിയൊരു സംരംഭം പിന്നെ ഇങ്ങനെ അത് എക്സ്പാൻഡ് ചെയ്ത് വലുതാക്കി മാറ്റുന്നതല്ല. അതേപോലെ തന്നെ പിന്നെന്താണ് ഫെയർ ബാലൻസ് ബിറ്റ്വീൻ റെസ്പോൺസിബിലിറ്റി ആൻഡ് റിവാർഡ്സ്. എന്താണ് റെസ്പോൺസിബിലിറ്റീസും റിവാർഡ്സും നമ്മൾ എന്താണ് ഫെയർ ആയിട്ടുള്ള ബാലൻസ് ആണ്. ഈക്വൽ റെസ്പോൺസിബിലിറ്റീസും റിവാർഡ്സും ആയിരിക്കും പാർട്ട്നേഴ്സ് തമ്മിൽ ഉണ്ടായിരിക്കുക. ഗ്രേറ്റർ ക്രെഡിറ്റ് വർനെസ് ആയിരിക്കും. ദെൻ കോഷൻ ആൻഡ് സൗണ്ട് അപ്രോച്ച്, സിമ്പിൾ ഡിസൊല്യൂഷൻസ് ആണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത് നമ്മുടെ അഡ്വാൻറ്റേജസിൽ വരുന്നത്. സിമ്പിൾ ഡിസൊല്യൂഷൻ പറഞ്ഞിട്ട് അറിയാലോ പിരിച്ചിടൽ. ഇപ്പോൾ വോളണ്ടറി ആയിട്ടാണ് ഒരാളെ കമ്പൽ ചെയ്തിട്ടല്ല ഒരാളും പാർട്ണർഷിപ്പിലേക്ക് വരുന്നത് അല്ലേ. എന്താണ് സ്വമേധയാണ് വരുന്നത്. അതിപ്പോൾ പിരിച്ചു വിടുന്നതും എന്താണ് സിമ്പിളാണ്. അത് അത്ര വലിയ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ദെൻ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് പാർട്ണർഷിപ്പ്. ഡിസ്അഡ്വാൻറ്റേജസിൽ പറഞ്ഞത് ലിമിറ്റഡ് ഫിനാൻഷ്യൽ റിസോഴ്സ് ആണ്. എന്താണ് ഇവിടെ പറയുന്നത് ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഈസ് റിക്വയർഡ് ഫോർ സ്റ്റാർട്ടിങ് എ ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ. ലാർജ് സ്കെയിൽ എന്താണ് നമുക്ക് ഹ്യൂജ് വേണ്ടത് നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ള ക്യാപിറ്റൽ ആവശ്യം, ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ളത്. എ പാർട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ നോട്ട് സ്യൂട്ടബിൾ ഫോർ സച്ച് ബിസിനസ്. അത്തരത്തിലുള്ള ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് എന്താണ് ഒരിക്കലും സ്യൂട്ടബിൾ അല്ലാതാണ് പറയുന്നത്. ദെൻ അൺലിമിറ്റഡ് ലയബിലിറ്റി എല്ലാത്തിലും അഡ്വാൻറ്റേജസിലും ഡിസ്അഡ്വാൻറ്റേജസിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നോ ഇൻഡിപെൻഡന്റ് ലീഗൽ സ്റ്റാറ്റസ്. എന്താണ് ഇൻഡിപെൻഡന്റ് ആയ ഒരു ലീഗൽ സ്റ്റാറ്റസ് ഇല്ല വരുന്നത് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എന്താണ് പാർട്ണർഷിപ്പ് നമ്മൾ ഓരോരുത്തർക്കും അവരുടേതായ ഒരു ലീഗൽ സ്റ്റാറ്റസ് അനിവാര്യം. അതിലൂടെ നോ ഇൻഡിപെൻഡന്റ് ലീഗൽ സ്റ്റാറ്റസ്. പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിസ്പ്യൂട്ട് ഡെഫിനറ്റ്ലി അല്ലെ. രണ്ടാൾക്കാരുടെ ഇടയിൽ എന്താണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, തർക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിനൊക്കെയുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നോൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ക്യാപിറ്റൽ ഓർ ഇൻട്രസ്റ്റ്. ക്യാപിറ്റലും ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. റിസ്ക് ഓഫ് ഇംപ്ലൈഡ് അതോറിറ്റി, റിവാർഡ്സ് ആൻഡ് മോട്ടിവേഷൻ, ലിമിറ്റഡ് എക്സ്പാൻഷൻ. അതായത് ലിമിറ്റഡ് ഓൺ ദ നമ്പർ ഓഫ് മെമ്പേഴ്സ്, ലിമിറ്റഡ് ആണ്, ലിമിറ്റഡ് ലൈബിലിറ്റി ആണ്, ലിമിറ്റഡ് റിസ്ക് ബിയറിംഗ് ആണ്, ലിമിറ്റഡ് റിസോഴ്സ് ആണ്. ഓക്കെ. അതാണ് ഈ ലിമിറ്റഡ് എക്സ്പാൻഷനിൽ വരുന്നത്. ഇതൊക്കെ ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞത്. ലെസ് പബ്ലിക് കോൺഫിഡൻസ് കുറവാണ്. ദെൻ എന്താണ് ഇൻസ്റ്റെബിലിറ്റി ഓഫ് പാർട്ണർഷിപ്പ് ഫോംസ്. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്അഡ്വാൻറ്റേജസിൽ വരുന്നത്. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കൈൻഡ് ഓഫ് പാർട്ണർഷിപ്പിൽ വരുന്നത് ജനറൽ പാർട്ണർഷിപ്പ്, പെർട്ടിക്കുലർ പാർട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരിയഡ്, പാർട്ണർഷിപ്പ് എ വിൽ, ലിമിറ്റഡ് പാർട്ണർഷിപ്പ്. ഈ ഒരു 5 കൈൻഡ്സ് ഓഫ് പാർട്ണർഷിപ്പാണ് വരുന്നത്. ഇത് ഓരോന്നും നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ. അപ്പോൾ വാട്ട് ഈസ് ജനറൽ പാർട്ണർഷിപ്പ് നമുക്ക് നോക്കാം. എ ജനറൽ പാർട്ണർഷിപ്പ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഇഫ് ദേ എഗ്രി ടു എൻ്റർ ഇൻ ടു എനി ബിസിനസ്. അതായത് 2 ഇൻഡിവിജ്വൽസ് ഒരു എന്താണ് ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴാണ് ഒരു ജനറൽ പാർട്ണർഷിപ്പ് അവിടെ എന്ത് ചെയ്യുന്നത് ഉണ്ടാവുന്നത്, ക്രിയേറ്റ് ആവുന്നത്.
Okay, it helps them share profit and loss together without putting any limitation or conditions. ഒരു ലിമിറ്റേഷൻസ്, ഒരു പരിമിതികളോ കണ്ടീഷൻസോ ഇല്ലാതെ തന്നെ എന്താണ് പ്രോഫിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ട്നേഴ്സ് തമ്മിൽ ഷെയർ ചെയ്യാനൊക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ജനറൽ പാർട്ട്ണർഷിപ്പ്, ദ ലയബിലിറ്റി ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ് ഈസ് അൺലിമിറ്റഡ്. ജനറൽ എന്താണ് പാർട്ട്ണർഷിപ്പിൽ എല്ലാ പാർട്ട്നേഴ്സിനും ലയബിലിറ്റി എന്ന് പറഞ്ഞത് എന്താണ്, അൺലിമിറ്റഡ് ആണ്. ഇഫ് ദ അസറ്റ് ഓഫ് യു ഫേം ആർ നോട്ട് സഫിഷ്യൻറ്റ് ടു പേ ഓഫ് ദ ഒബ്ലിഗേഷൻസ്, അതായത് ഫേമിൻ്റെ അസറ്റ് അവരുടെ എന്താണ് ബാധ്യതകൾ എന്താണ് എന്താ പറയുക പേ ഓഫ് ചെയ്യാൻ അത്രയും പോണെങ്കിൽ, അതായത് ആ സഫിഷ്യൻ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ അതായത് ഒബ്ലിഗേഷൻസ് അവരുടെ ആ ഒരു ബാധ്യതകൾ അടച്ചു തീർക്കാൻ അത് പോരെങ്കിൽ ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് ദ പാർട്ട്നേഴ്സ് ഈസ് യൂസ്ഡ് ടു പേ ദ ഫേംസ് ലയബിലിറ്റി. ആ ഫേമിൻ്റെ ലയബിലിറ്റി പേ ചെയ്യാൻ ആ ഓരോ പാർട്ട്നേഴ്സിനെയും പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യാം, യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ദെൻ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഡസ് നോട്ട് പെർമിറ്റ് ദ ഫോർമേഷൻ ഓഫ് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഒരിക്കലും ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യാൻ എന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതാണ് ജനറൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. എന്താണ്, വെൻ എ പാർട്ട്ണർഷിപ്പ് ഈസ് ഫോംഡ് ഫോർ എ കംപ്ലീഷൻ ഓഫ് എ സ്പെസിഫിക് പ്രൊജക്ട് ഈസ് കാൾഡ് പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത് എങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്, പെർട്ടിക്കുലർ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്, സച്ച് എ പാർട്ട്ണർഷിപ്പ് കം ടു and end as soon as the work for which is formed it is completed. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ആ പാർട്ട്ണർഷിപ്പ് അവർ വരുന്നു, അത് അവരുടെ വർക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്താണ് അത് അവസാനിപ്പിച്ച് അവർ പോകുന്നു. അവരുടെ വർക്ക് കഴിഞ്ഞാൽ അവർ പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, അവരുടെ വർക്ക് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരത് എൻഡ് ചെയ്തിട്ട് അവരുടെ വഴി നോക്കി പോകുന്നു. അതാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ two auditors who are engaged in a particular audit may be considered as a partners in that audit only. അതായത് ഇപ്പോൾ 2 ഓഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് സെയിം ഡ്യൂട്ടി ആണെങ്കിൽ അവർ ജസ്റ്റ് 2 പാർട്ട്നേഴ്സ് ആയിട്ടാണ് അവരുടെ വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു സ്പെസിഫിക് ആ ഒരു ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് മാത്രം. ആ ഓഡിറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സെപ്പറേറ്റ് ആവും എന്നാണ് പറയുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ ആണ് പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരിയഡ്. ഒരു ഫിക്സഡ് പീരിയഡിന് എങ്ങനെയാണ്, വെൻ എ പാർട്ട്ണർഷിപ്പ് ഈസ് ഫോംഡ് ഫോർ എ ഫിക്സഡ് പീരിയഡ് ഈസ് കോൾഡ് പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരിയഡ്. ഒരു ഫിക്സഡ് പീരിയഡിനാണ് പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത് വെച്ചെങ്കിൽ അത് നമ്മൾ എന്ത് വിളിക്കുന്നു, ഫിക്സഡ് പാർട്ട്ണർഷിപ്പ് പീരിയഡ് എന്ന് വിളിക്കുന്നു. ഇൻ സച്ച് എ ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പ് ദ ഡ്യൂറേഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഇസ് ഡിസൈഡ് അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ആൻഡ് എഗ്രിമെൻറ്റ്. ആ എഗ്രിമെൻറ്റ് മേക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും അതിൻ്റെ ഡ്യൂറേഷൻ, ആ ഒരു എത്ര കൊല്ലം അല്ലെങ്കിൽ എത്ര എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ നിശ്ചയിക്കുന്നത്, ആ എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും. ഓക്കെ, സച്ച് എ പാർട്ട്ണർഷിപ്പ് ഓട്ടോമാറ്റിക്കലി കം ടു എൻഡ് ആഫ്റ്റർ ദി എക്സ്പീരി ഓഫ് ദി ഫിക്സഡ് പീരിയഡ്. ആ ഒരു ഫിക്സഡ് പീരിയഡ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ആ പാർട്ട്ണർഷിപ്പ് ഇല്ലാതെയായി പോകും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ. പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയുമ്പോൾ ഇത് വേണമെങ്കിൽ എന്തായിരിക്കും, സ്പെസിഫിക് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഫിക്സഡ് പീരിയഡ് ആയിരിക്കാം. അത് പാർട്ട്നേഴ്സിന് എപ്പോൾ അത് നിർത്തി പോകണമെന്ന് വെച്ചെങ്കിൽ അത് വൈൻഡപ്പ് ചെയ്ത് പോവാം. അതാണ് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വ്യക്തിക്ക് മാത്രമാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളത് വെച്ചെങ്കിൽ എന്താണ് ആ വ്യക്തി നമ്മൾ സ്പെഷ്യൽ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കും. അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള ലിമിറ്റ് ആയിട്ടുള്ള എന്താണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും അവർക്ക് അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഫിറ്റ് അവരെന്ത് ചെയ്യുന്നുണ്ട്, അത് റിസീവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് കൈൻഡ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് കൈൻഡ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് എ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് ഉണ്ട് കേട്ടോ. പാർട്ട്ണർഷിപ്പിൻ്റെ കൂടെ നമ്മൾ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് വാട്ട് ഈസ് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്? ഇൻ ദ കേസ് ഓഫ് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് ഫോം, അത് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ ദ ലയബിലിറ്റി ഓഫ് സം ഓഫ് ദ പാർട്ട്നേഴ്സ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. അതായത് അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനനുസരിച്ചിട്ട് അവരുടെ ലയബിലിറ്റി എന്താണ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. The rest of the partners have unlimited liability. Okay, other rest of partnersന് എന്താണ് unlimited liability ആണ് ഉണ്ടായിരിക്കുക. The partners with limited liability are known as special partners. അതായത് ഈ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്നേഴ്സ് എന്താണ്, ദ പാർട്ട്നേഴ്സ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി, അദ്ദേഹത്തിലുള്ള പാർട്ട്നേഴ്സ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്,
സ്പെഷ്യൽ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദൂസ് വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആർ നോൺ ആസ് ജനറൽ പാർട്ട്നേഴ്സ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് നമ്മൾ എന്ത് വിളിക്കും? ജനറൽ പാർട്ട്നേഴ്സ് എന്നും ലിമിറ്റഡ് ലയബിലിറ്റിയുള്ള പാർട്ട്നേഴ്സിന് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? സ്പെഷ്യൽ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട്. ഈ ഫീച്ചേഴ്സ് ഓഫ് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് ആണ്. ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്. എ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് കണ്ടെയ്ൻ 2 കാറ്റഗറീസ്. നമ്മൾ പറഞ്ഞു എന്താണ്? സ്പെഷ്യൽ പാർട്ട്നേഴ്സ് ആൻഡ് ജനറൽ പാർട്ട്നേഴ്സ്. ദെൻ അൺലിമിറ്റഡ് liability. At least one of the partners must have unlimited liability. ഏതെങ്കിലും ഒരു വ്യക്തിക്കെങ്കിലും എന്ത് വേണം? അൺലിമിറ്റഡ് ലയബിലിറ്റി വേണം. അവിടെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? ജനറൽ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട്. ഈ ലിമിറ്റഡ് ലയബിലിറ്റി, the liability of a special partners is limited to extend his capital contribution. Capital contribution extend ചെയ്യുന്നതിന് ലിമിറ്റഡ്. റൈറ്റ് ഓഫ് മാനേജ്മെന്റ്, ഓൺലി ദ ജനറൽ പാർട്ട്നേഴ്സിന് മാത്രമായിരിക്കും എന്തുള്ളൂ? ആ മാനേജ്മെന്റിൽ എന്താണ് എന്താ പറയുക, ഒരു റോൾ ഉണ്ടായിട്ടുള്ളൂ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അർഹതയുള്ളൂ. ദെൻ dissolution of firm, the death, insolvency or insanity of special partners does not affect the existence of the firm. മരണോ അല്ലെങ്കിൽ എന്താ പറയുക, ഇൻസോൾവൻസിയോ അല്ലെങ്കിൽ മെന്റലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും ആ ഒരു ഫേം എന്താണ് ഇല്ലാണ്ടാവാൻ കാരണമാവുന്നില്ല. പ്രിൻസിപ്പിൾസ് ഓഫ് മ്യൂച്വൽ ഏജൻസി രജിസ്ട്രേഷൻ. ദ രജിസ്ട്രേഷൻ ഓഫ് ലിമിറ്റഡ് പാർട്ണർഷിപ്പ് ഈസ് കമ്പൽസറി അണ്ടർ ദ ലോ. കമ്പൽസറി ആയിട്ട് ലിമിറ്റഡ് പാർട്ണർഷിപ്പ് എന്ത് ചെയ്യണം? അത് രജിസ്റ്റർ ചെയ്യണം. ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്, റൈറ്റ് ടു ഇൻസ്പെക്ട് ബുക്ക് ഓഫ് അക്കൗണ്ട്, ഡ്രോയിങ് പവേഴ്സ്. ഇതൊക്കെയാണ് ഏതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്? ലിമിറ്റഡ് പാർട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാർട്ണർഷിപ്പ് എന്നുള്ള ആ ഒരു ബിസിനസ് എന്താണ് ഫോംസിനെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് ആണ് ജോയിന്റ് ഹിന്ദു ബിസിനസ്. വാട്ട് ഈസ് ജോയിന്റ് ഹിന്ദു ബിസിനസ്? നമുക്കറിയാലേ, കർത്ത അത് പരമ്പരാഗതമായിട്ടുള്ളതാണ്. എന്താണ് ഒരു കർത്ത എന്ന് പറഞ്ഞാൽ അത് മുതിർന്ന വ്യക്തിയാണ്. അതൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹിന്ദു ആൻഡിയുടെ ഫാമിലി എന്ന് പറയുമ്പോൾ ഇതെന്താണ്? ഒരു ഓൾഡസ്റ്റ് ആൻഡ് യൂണിക് കൈൻഡ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് പറയുന്നത്. ഇത് ഈ ഹിന്ദു ആൻഡിയുടെ ഫാമിലി എന്ന് വിളിക്കുന്നത്. പരമ്പരാഗതമായുള്ള സ്വത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ എന്താണ് ബിസിനസ് നടത്തുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, ഒരു വ്യക്തി നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അടുത്ത അവകാശികൾക്ക് അത് കൈമാറി അങ്ങനെയാണ് വരുന്നത്. അതിന് മെയിൻ ആളെന്ന് പറയുമ്പോൾ ആരാണ്? കർത്ത എന്നാണ് നമ്മൾ ആ മെയിൻ ആള് വിളിക്കുന്നത്. അപ്പോൾ ആ കർത്തയാണ് എല്ലാ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. എന്താണ്? This business became a joint family business and the firm is known as Joint Hindu Family Firm. ജോയിൻ്റ് ആയിട്ട് ബിസിനസ്, ജോയിൻറ്റ് ഫാമിലി ആയിട്ട് ബിസിനസ് നടത്തുകയാണെങ്കിൽ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് നമ്മൾ വിളിക്കുന്നുണ്ട്. ഇനി ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, ദ സൺ, grandson and great grandson become joint owner of the property due to their birth in the family. അതായത് സണ്ണ്, മക്കള്, അതുപോലെ തന്നെ ഗ്രാൻഡ് സണ്ണ്, ഗ്രേറ്റർ ഗ്രാൻഡ് സൺ ഒക്കെയാണ് എന്തായിട്ട് ആ ജനനം മുതലേ അതിൻ്റെ ഓണേഴ്സായിട്ട്, ആ പ്രോപ്പർട്ടീസിൻ്റെ ഓണേഴ്സായിട്ട് മാറുമെന്നാണ് പറയുന്നത്. ദ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഇസ് ക്രിയേറ്റഡ് ബൈ ഹിന്ദു ലോ ആൻഡ് നോട്ട് ബൈ എ കോൺട്രാക്റ്റ്. ഒരിക്കലും ഒരു കോൺട്രാക്റ്റ് ബേസ് ചെയ്തിട്ടല്ല ഹിന്ദു ജോയിന്റ് ഫാമിലി ബിസിനസ് തുടങ്ങുന്നത്. അത് അവരുടെ ആ ലോ, അതായത് ഹിന്ദു ജോയിന്റ് ഫാമിലി ലോ പ്രകാരമാണ് ആ ബിസിനസ് തുടങ്ങുന്നത്. ഒരിക്കലും ഒരു കോൺട്രാക്റ്റ് മുഖേനയല്ല ആ ഒരു തുടങ്ങുന്നത്, ബിസിനസ് തുടങ്ങുന്നത്. ഓൺലി ദി എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദ ഫാമിലി ഓർ ദ ഫാദർ ഈസ് allowed to conduct, manage, control the organized business. ആ ഒരു ഓർഗനൈസേഷൻ ഓൾഡസ്റ്റ് ഏറ്റവും മുതിർന്ന ആളാണ് ആ ഒരു ഓർഗനൈസേഷനെ മാനേജ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. ആ വ്യക്തിയെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? കർത്ത എന്നുള്ള പേരാണ്. ഹീസ് കോൾഡ് കർത്ത എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജോയിന്റ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ ജോയിന്റ് ഹിന്ദു ഫാമിലിയിൽ നമുക്ക് കൂടുതൽ പറയാനുള്ളത്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ക്രിയേഷൻ, ദ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഈസ് ക്രിയേറ്റഡ് ബൈ ഓപ്പറേറ്റ് ഓഫ് ഹിന്ദു ലോ. ഹിന്ദു ലോ പ്രകാരമാണ് ഈ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ രജിസ്ട്രേഷൻ ഈസ് നോട്ട് റിക്വയർഡ്. ഈ ഇതിൽ രജിസ്ട്രേഷൻ ആവശ്യമില്ല. Then types of members. There are 2 types of members in a joint Hindu family business. Karta, who is main head of the family, and
co-partners who are the main members of the family. രണ്ട് തരത്തിലുള്ള പാർട്ട്നേഴ്സ് ആണ്. ഒന്നാരാണ്? കർത്തിയാണ്, ആ ഒരു കുടുംബത്തിലെ മെയിൽ ആയിട്ടുള്ള ഏറ്റവും മുതിർന്ന ആൾക്കാർ. മറ്റേതെന്താണ്? മെയിൽ ആയിട്ടുള്ള കോ പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മെയിൽ ആയിട്ടുള്ള മറ്റ് മെമ്പേഴ്സാണ്. ഓക്കെ, ഈ ലൈബിലിറ്റി നമ്മൾ പറഞ്ഞു. കർത്തയുടെ ലൈബിലിറ്റി പറഞ്ഞാൽ എന്താണ്? അൺലിമിറ്റഡ് ആണ്. റൈറ്റ് ഓഫ് മാനേജ്മെന്റ് ആ കർത്തയ്ക്കാണ് ആ ഒരു ബിസിനസ് കൊണ്ടുപോകാനുള്ള എല്ലാ റൈറ്റും കാര്യങ്ങളും ഉള്ളത്. പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുമ്പോൾ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ ആർ നോട്ട് ഫിക്സഡ് ഇൻ ദ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. അതൊരിക്കലും പാർട്ണർഷിപ്പിന്റെ പോലെ ഫിക്സഡ് അല്ല. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൽ പ്രോഫിറ്റ് ഷെയറിംഗ് എന്താണ്? ഫിക്സഡ് അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? ദ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എമംഗ് co-partners varies according to birth and death of the male members of his family. അത് ഡെത്തിനൊക്കെ അനുസരിച്ചിട്ട്, ഡെത്ത് ബർത്തിനൊക്കെ അനുസരിച്ചിട്ടാണ് പ്രോഫിറ്റ് എന്താണ് ഇപ്പോൾ കൂടുതൽ ഇതുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് ബർത്ത് ഡെത്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. കോ പാർട്ട്നേഴ്സ് അല്ല കേട്ടോ, നമ്മൾ പ്രൊനൗൺസിയേഷനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്. co-presenters എന്നാണ് പ്രൊനൗൺസ് ചെയ്യാൻ. കോ പാർട്ട്നേഴ്സ് എന്നായിരുന്നു പ്രൊനൗൺസ് ചെയ്തത്, എൻ്റെ മിസ്റ്റേക്കാണ്. co-presenters എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. ഈ co-presenters-ന്റെ ഡെത്തിനെയും ബർത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നത്? ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഒരു ഫിക്സഡ് എന്താണ് മെത്തേഡ് ഇല്ല പ്രോഫിറ്റ് ഷെയറിങ്ങിന്. ലീഗൽ സ്റ്റാറ്റസ്. എ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഡസ് നോട്ട് എൻജോയ് എ സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ്. ഇറ്റ് ഈസ് നോട്ട് സെപ്പറബിൾ ഫ്രം ദ മെമ്പേഴ്സ് ഹു കോൺസ്റ്റിറ്റ്യൂട്ട് ഇറ്റ്. ഓക്കെ, അതിന് ആവശ്യമില്ല. നമ്പർ ഓഫ് മെമ്പേഴ്സ്. ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ഓൺ ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ കേസ് ഓഫ് ജോയിന്റ് ഹിന്ദു ഫാമിലി. ഒരു നമ്പർ ഓഫ് മെമ്പേഴ്സിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഈ ഒരു കേസിലില്ല. ദെൻ ഇംപ്ലൈഡ് അതോറിറ്റി. കർത്ത ഹാസ് implied authority to bind all co-partners in the course of business. ഓക്കെ, കർത്തയ്ക്കാണ് എല്ലാ അതോറിറ്റീസും ഉള്ളത്. ഇംപ്ലൈഡ് ചെയ്യാൻ എല്ലാ അതോറിറ്റീസും കർത്തയ്ക്കാണ് ഉള്ളത്. The responsibility of Karta has full responsibility as far as management of the business is concerned. He is solely responsible for the smooth functioning of business of Hindu undivided family. അതായത് എന്താണ്? ഏറ്റവും എല്ലാ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? കർത്ത എന്ന് പറയുന്ന വ്യക്തിക്കാണ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഹിന്ദു ഫാമിലി ഫേം എന്താണ്? ഒന്ന് കണ്ടിന്യൂറ്റി. ഇപ്പോൾ ഒരാൾ ഡെത്ത് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ഒരിക്കലും അത് ഡിസ്കണ്ടിന്യൂ ചെയ്യില്ല. അതിങ്ങനെ പരമ്പരാഗതമായ ഒരു ഹെറിഡിറ്റിയാണ്, പരമ്പരാഗതമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു കാര്യമാണ്. സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ്. ഇതെന്താണ്? ദ മാനേജ്മെന്റ് ഓഫ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഈ സെൻട്രലൈസ്ഡ് ഇൻ ദ ഹാൻഡ് ഓഫ് കർത്ത. കർത്തയ്ക്കാണ് എന്ത് ചെയ്യുന്നത്? ആ മാനേജ്മെന്റ് എല്ലാ അധികാരങ്ങളും ഉള്ളത്. നോ അപ്പർ ലിമിറ്റ് ടു മെമ്പർഷിപ്പ്. മെമ്പർഷിപ്പിന് യാതൊരു ലിമിറ്റുകളും ഇല്ല. ക്വിക്ക് ഡിസിഷൻ ആൻഡ് പ്രൊമോട്ട് ആക്ഷൻ. ഇപ്പൊ കർത്ത മാത്രമാണ് എല്ലാ ഡിസിഷനും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്വിക്ക് ഡിസിഷനും പ്രൊമോട്ടും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫ്ലെക്സിബിൾ ഓഫ് ഓപ്പറേഷൻ എന്താണ്? ഫ്ലെക്സിബിൾ ആയിരിക്കും. ബിസിനസ് സീക്രസി എന്താണ്? ആ ഒരു ഫാമിലിയുടെ ഉള്ളിൽ തന്നെ എന്ത് സീക്രസി ഒക്കെ കീപ്പ് ചെയ്ത് പോകും. ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് ബെറ്റർ ക്രെഡിറ്റ് വർക്ക്നെസ്. ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ഈ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നോ റിലേഷൻ ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് റിവാർഡ്സ്. എന്താണ്? എഫേർട്ടും റിവാർഡ്സ് തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. ലിമിറ്റഡ് ക്യാപിറ്റലാണ്, ലിമിറ്റഡ് മാനേജറിയൽ എബിലിറ്റി ആണ്, നോ മാനേജറിയൽ പവർ, then less credit worthiness and no right to ഫീമെയിൽസിനൊന്നും അവിടെ റൈറ്റ് ഇല്ല. നെക്സ്റ്റ് ഫോം ഓഫ് ബിസിനസ് ആണ്. ഫോർത്ത് വൺ ആണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സോൾ ട്രേഡിംഗ് കൺസേൺ പഠിച്ചു, സെക്കൻഡ് പാർട്ണർഷിപ്പ് ഫേം പഠിച്ചു, തേർഡ് എന്താണ്? ജോയിന്റ് ഹിന്ദു ഫാമിലി പഠിച്ചു. ദെൻ ഫോർത്ത് വൺ ആണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി? സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സണൽ who contribute towards the worth of money. Okay, അത് വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. who contribute worth of money. അതായത് പണം എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സ്വമേധയാ വില്ലിംഗ് ആയിട്ട് വരുന്ന എന്താണ് ആൾക്കാർ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു അസോസിയേഷൻ, വോളണ്ടറി അസോസിയേഷൻ ആണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. It is beyond some trade or business to share the profit and loss arising from the place.
ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആൻഡ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഓൺലി ബൈ ലോ. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ലോയിലൂടെയാണ്. അത് പിരിച്ചുവിടണമെങ്കിലും എന്ത് വേണം? ലോയിലൂടെ മാത്രമേ പറ്റുള്ളൂ, നിയമപ്രകാരം മാത്രമേ പറ്റുള്ളൂ. ഇറ്റ് ഈസ് ആൻ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ വിച്ച് ഈസ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. ഇത് ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ആണ്, ആർട്ടിഫിഷ്യൽ ബൈ ലോ ആണ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ആണ്. ഓക്കെ, പിന്നെ ഹാവിംഗ് എ സെപ്പറേറ്റ് നെയിം, എ കോമൺ സീൽ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആൻഡ് പെർപെച്വൽ സക്സഷൻ. ഇതിന് സെപ്പറേറ്റ് പേര് വേണം, സെപ്പറേറ്റ് നെയിം വേണം, സെപ്പറേറ്റ് സീൽ വേണം, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി വേണം, പിന്നെന്താണ് പെർപെച്വൽ സക്സഷൻ ഒക്കെ ഇതിന് ആവശ്യമാണ്. ഓക്കെ, ഇതാണ് ജോൺ സ്റ്റോ കമ്പനി. ഇത് 1956 കമ്പനി ആക്ട് പ്രകാരം, പിന്നെ ഇപ്പോൾ 2013 പുതിയൊരു കമ്പനി ആക്ട് വന്നിട്ടുണ്ട്. അത് പ്രകാരം എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്തിരിക്കുന്നതുമായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു ജോൺ സ്റ്റോ കമ്പനി എന്ന് പറയുമ്പോൾ വോളണ്ടറി അസോസിയേഷൻ ആണ് അല്ലെ. പേഴ്സൺസ് സ്വമേധയാൽ പണം കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ സ്വമേധയാൽ എന്താണ് തയ്യാറായി വരുന്ന ആൾക്കാർ തമ്മിലുള്ള ഒരു വോളണ്ടറി അസോസിയേഷനാണ് ജോൺ സ്റ്റോ കമ്പനി. ഇതെന്താണ്? ഒരു ലോ മുഖേന മാത്രമേ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ. ഡിസോൾവ് ചെയ്യണമെങ്കിലും എന്ത് ചെയ്യണം? ആ ലോ തന്നെ ഫോളോ ചെയ്യണം. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് ഇൻകോർപ്പറേറ്റ് അസോസിയേഷൻ വിച്ച് ഈസ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ആണ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? സെപ്പറേറ്റ് നെയിം വേണം, കോമൺ സീൽ വേണം, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി വേണം, അതുപോലെ തന്നെ എന്താണ്? പെർപെച്വൽ സക്സഷൻ വേണം. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട്. അതുപോലെ തന്നെ എന്താണ്? കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജോൺ സ്റ്റോ കമ്പനിയിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റുകൾ. നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോൺ സ്റ്റോ കമ്പനി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞ ലീഗൽ ഫോർമേഷൻ ആണ്, സെക്കൻഡ് വൺ പറഞ്ഞ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, തേർഡ് വൺ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ഫോർത്ത് വൺ കോമൺ സീ, ഫിഫ്ത്ത് വൺ പെർപെച്വൽ എക്സിസ്റ്റൻസ്, സിക്സ്ത് വൺ വോളണ്ടറി അസോസിയേഷൻ, സെവൻത്ത് വൺ ലിമിറ്റഡ് ലയബിലിറ്റി. നമ്മൾ ഇതുവരെ പഠിച്ച മൂന്നെണ്ണത്തിലും അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു. പക്ഷേ നമ്മുടെ ജോൺ സ്റ്റോ കമ്പനിയുടെ കേസിൽ എന്താണ്? ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ദെൻ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, മറ്റൊക്കെ നോൺ ട്രാൻസ്ഫറബിലിറ്റി ആയിരുന്നു. പക്ഷേ ഈ ജോൺ സ്റ്റോ കമ്പനിക്ക് എന്താണ്? ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാം. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയുള്ള ഇതിൻ്റെ എന്തായിട്ട് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. നമുക്കിത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ലീഗൽ ഫോർമേഷൻ ആണ്. ഒരു ലോഫുൾ ഒരു എന്താണ് ജോൺ സ്റ്റോ കമ്പനി ആയി മാറണമെങ്കിൽ, കംപ്ലീറ്റ് ആയിട്ട് അത് ആ ജോൺ സ്റ്റോ കമ്പനി ആയിട്ട് നിലവിൽ വരണമെങ്കിൽ 1956 കമ്പനി ആക്ട് പ്രകാരം അത് എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറയുന്നത്. എ കമ്പനി കം ഇൻ ടു ബീയിങ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ആൻഡ് therefore it is a compulsory to register a company which registered company act. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനി ആക്ട് പ്രകാരം തന്നെ അത് ചെയ്യണം, അത് എന്താണ്? രജിസ്റ്റർ ചെയ്യണം. ഇനി ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ എ ജോൺ സ്റ്റോ കമ്പനി ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഇൻ ദ ഐ ഓഫ് ദ ലോ. നമ്മുടെ ജോൺ സ്റ്റോ കമ്പനി നിയമത്തിൻ്റെ മുമ്പിൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടാണ് നിലനിൽക്കുന്നത്. അതെന്താണ്? നമ്മൾ പ്രാബല്യത്തിൽ അതില്ലെങ്കിലും അതെന്താണ്? ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിയമപ്രകാരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ആ കമ്പനി അവരുടെ ആ ഒരു മെമ്പേഴ്സിൽ നിന്നും അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എൻറ്റിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ കോമൺ സീ, as a company is an artificial person, it is incapable of signing document for itself. ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെങ്കിൽ അവർക്ക് എന്താണ്? സ്വന്തമായിട്ട് ഒരു സൈനിൻ്റെ ഇത് വേണം. അപ്പോൾ ഒരു കോമൺ സീല് എന്താണ്? അവർക്ക് എന്താണെങ്കിലും വേണം എന്നാണ് പറയുന്നത്. ഇഫ് ആക്ട് ത്രൂ നാച്ചുറൽ പേഴ്സൺ known as directors, therefore law provided common seals which can be used to അതായത് നമ്മൾ ഈ കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കോമൺ സീല് യൂസ് ചെയ്യുന്നത്. ദെൻ പെർപെച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെച്വൽ സക്സഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഏതെങ്കിലും എന്താണ് മെമ്പേഴ്സ് എന്താണ് ഡെത്ത് ചെയ്യുകയോ ഇൻസോൾവൻസി അല്ലെങ്കിൽ ഇൻസാനിറ്റി ആവുകയോ ചെയ്യുകയാണെങ്കിൽ അവരുടെ ആ
പെർട്ടിക്കുലർ പേഴ്സണ് നെക്സ്റ്റ് അവകാശികൾക്ക് അതെന്ത് ചെയ്യുന്നുണ്ട്, ആ ഷെയറൊക്കെ കൈമാറും. വേറെ ഏതെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഷെയർ ഹോൾഡേഴ്സിന് നെക്സ്റ്റ് അവകാശികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് കൈമാറുന്നുണ്ട്. ദെൻ വോളണ്ടറി അസോസിയേഷൻ മെമ്പേഴ്സ് സ്വമേധയാലാണ് ഇത്തരത്തിലുള്ള ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലേക്ക് വരുന്നത്. ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ലയബിലിറ്റി എന്താണ്, ഇവിടെ ലിമിറ്റഡ് ആണ്. ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഹാവ് എ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ. ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ ആണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് ഉള്ളത്. പിന്നെ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഫ്രീ എന്താണ് പറയുക, ഷെയർസ് ഒക്കെ ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ലാസ്റ്റ് വൺ ആണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. ഇനി നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്, നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിന് കൂടുതലായിട്ട് ടൈം ഞാൻ കളയുന്നില്ല. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ അഡ്വാൻറ്റേജസ് എന്താ നമുക്ക് നോക്കാം. സബ്സ്റ്റൻഷ്യൽ ഫിനാൻഷ്യൽ റിസോഴ്സ് എന്താണ് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഓക്കെ, ദെൻ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആണ്. എക്കണോമിക് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ, സ്റ്റാറ്റ്യൂട്ടറി റെഗുലേഷൻസ്, പബ്ലിക് കോൺഫിഡൻസ്, അവൈലബിലിറ്റി ഓഫ് എക്സ്പെർട്ട് സർവീസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ടാക്സ് കൺസെഷൻ, ബോർഡർ മാനേജ്മെന്റ്, contribution to society, എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ഡിസബിലിറ്റി ഒക്കെയാണ് എന്താണ് നമ്മുടെ അഡ്വാൻറ്റേജസിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ആണ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഇവിടെ ഡിഫിക്കൽട്ട് ഇൻഫോർമേഷൻ ഡിഫിക്കൽട്ട് ആണ്. ദെൻ ബ്യൂറോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ, ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച്, excessive government control, then concentration of economic power and wealth, undue or riskless speculation in shares, lack of motivation, delay in policy decision, incapable management and fraudulent, no business secrecy. Then conflict of interest and last one limited suitability. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്, അഡ്വാൻറ്റേജസിലും ഡിസ്അഡ്വാൻറ്റേജസിലും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്കൻഡ് ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ അക്കാഡമിക് ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് ഇനിയും വീണ്ടും കാണാം. അതുവരേക്കും ബൈ.